പ്ലാൻ ചെയ്യുമ്പോൾ ഇതിന് ഉചിതനായ ഒരു വ്യക്തി തന്നെ ഈ കർമ്മം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പം അതേക്കുറിച്ചും ആലോചിച്ചപ്പോൾ തികച്ചും ഞങ്ങൾക്ക് സ്വീകാര്യനായി തോന്നിയ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ ഈ ഫംഗ്ഷൻ, ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സ്കൂളിൻ്റെ ഉയർച്ചയിൽ, ഈ സ്കൂളിൻ്റെ വളർച്ചയിൽ ഭാഗവാക്കുകളായിട്ടുള്ള എല്ലാ ആളുകളുടെയും സഹകരണവും കൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് അടിവച്ച് മുന്നേറുകയാണ്. ഇതിന് എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ മാനേജ്മെന്റിലുള്ള എല്ലാ വ്യക്തികളും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സമ്മേളനം നടത്തുന്നതിന് സഹായിച്ച ഈ സ്കൂളിലെ രക്ഷകർത്താക്കളോട് ഞങ്ങൾക്ക് വളരെയേറെ കടപ്പാടും സ്നേഹവുമുണ്ട്. Thank you, sir. Light mitigates darkness from the human heart and gives glimpses of virtue. For lightening the lamp, I would like to welcome Honorable Speaker, Kerala Legislative Assembly, Sri G. Karthikeyan sir. Sir, please. Personality to make our inaugural function a magnanimous one. ബഹുമാന്യനായ അധ്യക്ഷൻ ഓണററി മേജർ പ്രൊഫസർ ജി കെ പോറ്റി, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം അൻസാർ, ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ ഇന്ദ്രൻസ്, ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രൊഫസർ കെ സത്യപ്രകാശ്, ബഹുമാനപ്പെട്ട ശ്രീ പി ആർ വസന്തൻ, ബഹുമാന്യ ശ്രീ പി ശ്രീകുമാർ, ബഹുമാനപ്പെട്ട ശ്രീ ജി വിക്രമൻപിള്ളൈ, ബഹുമാനപ്പെട്ട ശ്രീ ആർ ജയചന്ദ്രൻ, ബഹുമാന്യ പ്രിൻസിപ്പൽ ഡോക്ടർ സുഷമ മോഹൻ, ഹെഡ് ബോയ് മാസ്റ്റർ ഗോകുൽ, ഹെഡ് ഗേൾ കുമാരി വി ജി ദേവീകൃഷ്ണ, പ്രിയപ്പെട്ട അധ്യാപിക സഹോദരന്മാരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാധ്യമമേഖലയിലെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 10 വർഷം പിന്നിടുന്ന എല്ലാവരുടെ അഭിപ്രായമനുസരിച്ച് നന്നായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ആഘോഷ പരിപാടികളിലേക്ക് എന്നെ ക്ഷണിച്ചതിന് സംഘാടകരോട് എനിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കരുനാഗപ്പള്ളി എനിക്കൊരു പുതിയ സ്ഥലമല്ലെങ്കിലും ഈ സ്കൂളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും സംഘാടകരായ നിങ്ങളും അതിനോടൊപ്പം എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന നിയമസഭയിലെ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീ മോഹൻകുമാറും, അദ്ദേഹമാണ് എന്നെ ഈ പരിപാടിയുമായി കാര്യം എന്നോട് പറഞ്ഞതും ബന്ധപ്പെട്ടു. ദീർഘമായൊരു പ്രസംഗമല്ല ഇവിടെ, ഈ ആഹ്ലാദകരമായി മുഹൂർത്തങ്ങളോടൊപ്പം പങ്കാളിയാണ്. ഇതിനുശേഷം ഒരു വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്, വേദി സംസാരിക്കാൻ ധാരാളം പേരുണ്ട്. ഒരു കാര്യം എനിക്കറിയാം, എന്നേക്കാൾ നിങ്ങൾ വളരെ കൗതുകത്തോടുകൂടി
നോക്കിയിരിക്കുന്നതും കാതോർത്തിരിക്കുന്നതും ഇന്ദ്രൻസിൻ്റെ വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനുമാണ്. ഉള്ള കാര്യം നമ്മൾ മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ദ്രൻസ് വന്നപ്പോൾ ആ ഒരു ആരവം ഞാൻ കണ്ടു. നല്ലതാണ്. കാരണം നമ്മൾ കലയും കലാകാരനെയും ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും ഇതൊരു ഹാസ്യ കലാകാരനായി മാത്രം ഇന്ദ്രൻസിനെ എടുക്കരുത്. മലയാളത്തിലൂടെ പ്രശസ്തമായ ടി വി ചന്ദ്രൻ്റെ കഥാവശേഷം പോലെയുള്ള സിനിമകളിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന അഭിനയമാണ് ഇന്ദ്രൻസ് കാഴ്ചവെക്കുന്നത്. അവൻ ഇന്ദ്രൻസ് വെറും ഒരു ഹാസ്യനടൻ മാത്രമല്ല, ജഗതി ഒരു ഹാസ്യനടൻ മാത്രമാണ്. പലപ്പോഴും ഇതിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഹാസ്യനടനായിട്ട് മാത്രം അത് തന്നെയാണ് പലപ്പോഴും നമ്മളിപ്പോൾ ഇല്ലെങ്കിലും ശ്രീ അടൂർ ഭാസി ഉൾപ്പെടെയുള്ള ആളുകൾ ഹാസ്യം പലർക്കും വഴങ്ങും. ഇവിടെ ദിലീപ് നന്നായി ഹാസ്യം അഭിനയിക്കും. മോഹൻലാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ചിലപ്പോൾ മോഹൻലാൽ പോലും, ക്ഷമിക്കണം, മമ്മൂട്ടി പോലും അങ്ങനൊരു ബോഡിയിൽ അങ്ങനെ അല്ലെങ്കിൽ അപ്പം അതുകൊണ്ട് ഒരു താരത്തെ നമ്മൾ പ്രത്യേകമായി, പക്ഷെ പ്രാമുഖ്യം ഹാസ്യങ്ങൾ അഭിനയിക്കുന്ന വ്യക്തി നിലയിൽ തന്നെയാണ് അദ്ദേഹം. അത്തരത്തിൽ തന്നെയാണ് ആദ്യമേ ഈ സിനിമയിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം ടെലിവിഷനിലൂടെ വന്നത്. ഞങ്ങളൊക്കെ വല്ലപ്പോഴേ കാണാറുള്ളൂ, നാട്ടുകാരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദർഭം കിട്ടുമ്പോഴെല്ലാം സിനിമ കാണുമ്പോൾ അതിലൊക്കെ ശ്രീ ഇന്ദ്രൻസിൻ്റെ പ്രകടനങ്ങൾ ചിലപ്പോൾ ഊറി ഊറി ചിരിക്കാനും ചില പൊട്ടിച്ചിരിക്കാനുമാണ്. അതുകൊണ്ട് ഈ സായാഹ്നത്തെ സമ്പന്നമാക്കുക, സംസ്കാര സമ്പന്നമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ദ്രൻസിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ആസ്വദിക്കുക, അത് അനുഭവിച്ച് അറിയുക. മറ്റുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം വ്യത്യസ്തമായ തലങ്ങളിൽ അവരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇവിടെ കുറച്ച് അധ്യാപകരും നാട്ടുകാരും ചേർന്ന് ഒരു സ്കൂൾ ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു സ്വകാര്യ സ്ഥാപനമാണ്. ആ സ്വകാര്യ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്നില്ല. ഗവൺമെൻറ് ഇടം വിട്ടുള്ള മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മുഖം തന്നെ രണ്ടും ചേരുന്നതാണ്. സ്വകാര്യ വിദ്യാഭ്യാസങ്ങളുടെ സംഭാവനകളെ ഒരിക്കലും കേരളത്തിൽ മാറ്റിവെക്കാൻ പാടില്ല. അത് ഗവൺമെൻറ് മാത്രമല്ല കേരള വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിയിരുന്നു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ സ്വകാര്യ വിദ്യാഭ്യാസ മേഖല അതിൻ്റെ ലക്ഷ്മണരേഖ കടന്നു പോകാറുണ്ട്. ആ സമയത്തൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന വസന്തരോമയുണ്ടാവും ശ്രീ അൻസാറിനൊക്കെ സ്വതന്ത്ര ഭാരതത്തിൽ പിറന്നവരുടെ തലമുറയാണ് എൻ്റെ തലമുറയിൽ. പക്ഷേ ഞങ്ങളൊക്കെ ചെറുപ്രായത്തിൽ ജയിലിൽ പോയത് വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ടാണ്. ആ വിദ്യാഭ്യാസ സമരത്തിൽ അപ്പുറം പ്രതിസ്ഥാനത്ത് വന്നത് കേരളത്തിലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റാണ്. ഇവിടെ ഇപ്പോൾ സ്വാഗതം പറഞ്ഞത് റിട്ടയർഡ് അധ്യാപകനാണ്, അധ്യക്ഷൻ റിട്ടയർഡ് അധ്യാപകനാണ്. അത് ദേവസ്വം ബോർഡ് കോളേജാണെങ്കിലും അവർ പഠിപ്പിച്ച സ്ഥലങ്ങളെല്ലാം മുമ്പ് അവർക്കെല്ലാം ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത് ദേവസ്വം ബോർഡിൻ്റെ അങ്ങനെ അല്ലാത്ത സ്വകാര്യ കോളേജിലെല്ലാം ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത് മാനേജ്മെൻറ്റാണ്. ഒരു തുകയ്ക്ക് ഒപ്പിടും, വേറൊരു തുക കയ്യിൽ കൊടുക്കും. എല്ലായിടത്തും അങ്ങനെയായിരുന്നു. അത് NSS എന്നോ SN ട്രസ്റ്റ് എന്നോ മറ്റൊന്നും പ്രത്യേക വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ അഡ്മിഷൻ്റെ അധ്യാപകരായിരുന്നു. ഞാൻ ദീർഘമായ പശ്ചാത്തലം പറയുന്നതിന് വേണ്ടി, ഡയറക്റ്റ് പേയ്മെൻറ്റിന് വേണ്ടി, മെറിറ്റ് അധ്യാപകരെടുക്കുന്നതിന് വേണ്ടി, മെറിറ്റ് അഡ്മിഷന് വേണ്ടി നടന്ന സമരമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടം കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ മാറ്റം പ്രചോദനമായ സമരം അന്നത്തെ വിദ്യാർത്ഥി സമരമാണ്. ആ സമരത്തിലൂടെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടായി. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രമല്ല, എൻ്റെയും അൻസാരി മാത്രമല്ല, ഞാൻ ഇപ്പോൾ രാഷ്ട്രീയമില്ല, ഞാൻ സ്പീക്കറാണ്. ശ്രീ വസന്തൻ്റെ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അന്ന് രംഗത്തുണ്ടായി, സജീവമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉണ്ടായി ഡയറക്റ്റ് പേയ്മെൻറ്റ് വന്നു. കേരളത്തിലെ സ്വകാര്യ മേഖലകൾക്ക് ആകട്ടെ, അധ്യാപകർക്കും അനധ്യാപകർക്കും നേരിട്ട് ശമ്പളം വന്നു. മാനേജ്മെൻറ്റ് ഇംഗിതം പരിഗണിക്കുമെങ്കിൽ പോലും ഒരു പരിധിവരെ അധ്യാപകരെ അനധ്യാപകരെ എടുക്കുന്നതിനകത്ത് മറിട്ടു. മാനേജ്മെൻറ്റ് കോട്ടയുടെ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം കുട്ടികളുടെ അഡ്മിഷൻ അതെല്ലാം മെറിറ്റിലേക്ക് വന്നു. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നിലനിന്നിരുന്ന ഒരു പ്രത്യേക കാലഘട്ടങ്ങളിലെ കാർമേഘം മാറിക്കിട്ടിയതായിരുന്നു നിസ്സാരമായ കാര്യം. ഞാൻ പറഞ്ഞത് ആ തരത്തിൽ ചില സന്ദർഭങ്ങളിലായി സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയുടെ വളരെ ഒരു ലാഭത്തിന് വേണ്ടി ഒരു ആക്രാന്തം ആ ഘട്ടത്തിലാണ് പലപ്പോഴും ഇടപെടലുണ്ടായത്. പക്ഷെ അതല്ലാതെ കേരളത്തിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ്റിനോടൊപ്പം പോലും അതിനേക്കാൾ കൂടുതലുള്ളത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്.
ഈ ലോഡ്സ് ഈ സ്കൂൾ ഇതൊരു ലാഭേച്ഛയോടുകൂടി നടത്തുന്നൊരു സ്കൂളല്ല, നന്നായി നടന്നു പോകുന്ന സ്കൂൾ. ഈ പ്രദേശത്തെ എനിക്കറിയാം. ഇത് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഉൾനാടൻ ഗ്രാമങ്ങളിലുമെല്ലാം CBSE സിസ്റ്റം അനുസരിച്ച് അപൂർവ ചില ISC ഉള്ള സ്കൂളുകൾ നടത്തുന്നു. പ്രധാനമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നതിന്, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി നഗരങ്ങളിൽ മാത്രമല്ല, നാട്ടുമ്പുറങ്ങളിൽ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി പോലെയുള്ള ചെറുനഗരങ്ങളിൽ അവിടെ നിന്ന് പോകുന്ന ഉൾപ്രദേശങ്ങളിൽ ഇത്തരം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടായി വരുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഇത് മത്സരത്തിൻ്റെ യുഗമാണ്. ഈ മത്സരത്തിൻ്റെ യുഗത്തിൽ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ ആയുധവൽക്കരണം നടത്തണം. ശരീരത്തിൻ്റെ ഭംഗി അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടൊന്നും ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ വന്നു. കൺസ്ട്രക്ഷൻ കൊണ്ട് മേഖലയിൽ പണി ചെയ്ത് കുറേ പേർ വിദേശത്ത് പോയി പണം ഉണ്ടാക്കി. ഗൾഫ് നാടുകൾ ആ കാലമെല്ലാം പോയി. അപ്പോൾ ജീവിതം നേടുവാൻ, കേരളത്തിന് പുറത്തായാലും ഇന്ത്യക്ക് പുറത്തായാലും ജീവിതം നേടുവാൻ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ വിദ്യാഭ്യാസം താല്പര്യം എന്നുള്ളത് എല്ലാ മത്സരങ്ങളിലും എൻ്റെ മുമ്പിൽ വരണം. ആ ഒരു വാശി, പുതിയൊരു ജീവിതബോധവും കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിനെ നമ്മുടെ ഇത്തരം മാനേജ് ചെയ്ത് അതിനെ ചൂഷണം ചെയ്യുകയില്ല. അത്തരം മനോഭാവത്തെ തീർച്ചയായിട്ടും നമ്മളതിനെ പൂർണ്ണമായി അത് കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി മുന്നോട്ട്. കേരളത്തിൽ ഏറ്റവും അധികം ഇന്ന് പുതുതായി തുടങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇത് മാത്രമായി പറയാൻ സാധ്യമല്ല. ഏറ്റവും കൂടുതൽ തുടങ്ങുന്ന സ്ഥാപനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ദിവസം തുടങ്ങുന്നത്, സ്വർണ്ണക്കടകളുണ്ട്, അതോടൊപ്പം ടെക്സ്റ്റൈൽ ഷോപ്പുകളുമുണ്ട്. അതെല്ലാം വേറെ വിഷയം. അപ്പോൾ ഇത് കൺസ്യൂമറിൻ്റെ വേറൊന്നാണ്. അതൊരു ഭാഗത്തൂടി പോകുന്നു. അതോടൊപ്പം വലിയ ആശുപത്രികളും തുടങ്ങും. അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ പറഞ്ഞത്, ഈ തുടങ്ങുന്ന സ്വർണ്ണക്കടകളിലെല്ലാം വൈകുന്നേരം പോയാൽ ഭയങ്കര തിരക്കാണ്. റോഡ് സൈഡിൽ ട്രാഫിക് ബ്ലോക്കാണ്. ടെക്സ്റ്റൈൽ ഷോപ്പ് തിരുവനന്തപുരത്ത് ചില പ്രത്യേക ഷോപ്പിന് പേര് ഞാൻ പറഞ്ഞു. ആ ഷോപ്പിന് മുമ്പിൽ ഷട്ടർ ഇട്ടിട്ടകത്ത് കച്ചവടം, ആളുകളെല്ലാം റോഡിൽ, ട്രാഫിക് ബ്ലോക്ക്. ഇതിലെല്ലാം പണം എവിടെ നിന്നാണെന്ന് അറിയില്ല. അതിനേക്കാൾ പക്ഷെ ഒരു ഗുണമുണ്ട്. തുണിക്കടകളിലും ഈ പ്രധാനപ്പെട്ട ജുവലറി ഷോപ്പുകളിലുമൊക്കെ, സ്വർണ്ണക്കടകളിലെല്ലാം ആളുകൾ നിന്ന് ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ ഷട്ടർ ഇട്ടിട്ട് ട്രാഫിക് ബ്ലോക്ക് വരുന്നെങ്കിൽ അതിനേക്കാൾ ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് യാതൊരു ട്രാഫിക് ബ്ലോക്കും ഉണ്ടാകുന്നില്ല. അത് ബീവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളാണ്. അവിടുത്തെ അച്ചടക്കം നമ്മൾ പഠിക്കണം. ക്യൂ നിൽക്കാൻ, മിണ്ടാതെ നിൽക്കാൻ, ബഹളമുണ്ടാക്കാതിരിക്കാൻ, ഒരു ഓവർടേക്ക് പോകാതിരിക്കാൻ ഇത്ര അച്ചടക്കത്തോടുകൂടി മലയാളീസ് വന്ന് നിൽക്കുന്നത് ആ ഔട്ട്ലെറ്റുകളിലാണ്. ഇതൊന്നും താരതമ്യം ചെയ്യുന്നല്ലെങ്കിൽ പോലും പുതുതായിട്ട് തുടങ്ങുന്ന സ്കൂളുകളിലെ കുട്ടികളെ കിട്ടും. ഞാൻ ശ്രീ വസന്തനോട് സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? പെരുന്നാപ്പള്ളിക്കാരോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഒരു സ്പെൻഡിങ് കപ്പാസിറ്റി, ചെലവഴിക്കാനുള്ള നമ്മുടെ ശക്തി കൂടി വരും. ചെലവഴിക്കാനുള്ള നമ്മുടെ മനോഭാവവും മാറി വരും. അതുകൊണ്ടാണ് പണമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, നല്ല സ്കൂൾ നന്നായിട്ട് നടന്നു പോകും. നല്ല സ്കൂൾ നന്നായി നടന്നു പോകണമെങ്കിൽ അതിനുള്ള കുറച്ച് ഫീസ് കൊടുക്കേണ്ടി വരും. ഇല്ല, സാധ്യമല്ല. എന്തുകൊണ്ടാണത്? ഈ ഉലയുന്ന മേൽക്കൂരകളായിരിക്കില്ല, ആടുന്ന ബെഞ്ചുകളായിരിക്കില്ല, എഴുതുമ്പോൾ ഫ്രീയായി പോകുന്ന ഡെസ്കായിരിക്കില്ല. അത്യാവശ്യമായ സൗകര്യങ്ങൾ അവിടുത്തെ കുട്ടികൾക്കുണ്ടാകണം. പ്രാഥമിക സൗകര്യങ്ങൾ ഇപ്പോൾ സർക്കാർ സ്കൂളും അത്ര മോശമൊന്നുമില്ല. കുറേ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള ബേസിക് അമ്യൂണിറ്റീസ് ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഏത് ഗവൺമെൻറ്റാണെങ്കിലും ശരി, അത് കുട്ടികൾക്ക് മാത്രമല്ല, യാത്രകൾക്കിടയിലൊക്കെ നമുക്ക് ഒരു ഷീ ടോയ്ലറ്റ് എന്ന് പറയുന്നത് വളരെ പ്രാമുഖ്യം ഒന്നുണ്ടാകണം. കരുനാഗപ്പള്ളിയിലെ തിരക്ക് നിൽക്കുക എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ കാണുന്നതാണ്. ബസ് സ്റ്റാൻഡിലെ തിരക്കറിയാം. അവിടെ നിൽക്കുന്ന പെട്ടെന്ന് പോകുന്ന പുരുഷൻ്റെ ഒരു പ്രാഥമിക ഒരു ആവശ്യത്തിൽ നിന്ന് വേണമെങ്കിൽ ഇവിടെ ഉണ്ടാവും, എനിക്കറിയില്ല, ഡീറ്റെയിൽസ് അറിയില്ല. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങൾ വേണ്ടി വരും. ഞാൻ